ആണും പെണ്ണും കൂടെ പരസ്പരം സമ്മതിച്ച് താലി കെട്ടി കൂടെ കൂടുന്ന ഒരു കത്തുടമ്പടി മാത്രമല്ല വിവാഹ ജീവിതം. അത് പരസ്പരം മനസ്സിലാക്കി, പരസ്പരം സ്നേഹിച്ച്, അന്യോന്യം വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ജീവിത രീതിയാ. അപ്പോ ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നത് ന്യായമാണെന്നാണോ ആദ്യം പറഞ്ഞു വരുന്നത്? അമൃതേ, ഞാൻ നിന്നെ വഞ്ചിച്ചു എന്നാണോ നീ വീണ്ടും പറഞ്ഞു വരുന്നത്? അതെ. സംശയം എന്താ? ആ, എങ്കിൽ നീ അങ്ങനെ തന്നെ വിശ്വസിച്ചു. എനിക്ക് അവളുമായിട്ടൊരു ബന്ധമുണ്ട്. ഏട്ടാ, എടുത്തി എന്താ എടുത്തിയെ കാണിക്കുന്നേ? മറ്റാരെങ്കിലും കയറി വന്നത് കണ്ടാലോ? നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റല്. ഞാൻ അത്രയും സ്നേഹിച്ചതാ മനുഷ്യനെ. എന്നിട്ട് എന്നെ ചതിച്ച ഞാനത് സഹിക്കോ? എനിക്ക് സഹിക്കാൻ ഒക്കോ ശ്യാമേ? ആദ്യം എടുത്തി ചതിച്ചെന്ന് ആരാ പറഞ്ഞേ? പിന്നെ അശ്വതി ആരാ? അവളുടെ ആ മകൾ ആരുടെയാ? ആ കുട്ടി ആദ്യന്റെയാന്ന് അശ്വതി പറഞ്ഞോ? ആദ്യം അവരെ വഞ്ചിച്ചെന്നോ ചതിച്ചിട്ട് ഉപേക്ഷിച്ചു പോയെന്നോ അങ്ങനെ എന്തെങ്കിലും അവര് പറഞ്ഞോ? ഇല്ല, പക്ഷേ അത് പറയാതെ തന്നെ അവള് പറഞ്ഞു. എടുത്തി അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അമൃത എടുത്തിയുടെ തെറ്റിദ്ധാരണകളാ. ആദ്യനോടുള്ള അമിത സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എടുത്തിയുടെ മനസ്സ് നല്ലതാ, ശുദ്ധഗതിക്കാരിയാ എന്റെ അമൃത എടുത്തി. അതുകൊണ്ട് അമൃത എടുത്തിക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ദൈവം വരുത്തില്ല. ആദ്യം അമൃത എടുത്തി അല്ലാതെ മറ്റൊരു ലോകമില്ല. നീ എന്തൊക്കെയാ ശ്യാമി പറയുന്നത്? ഞാൻ പറയുന്നത് സത്യ. അമൃത എടുത്തി വഞ്ചിച്ചിട്ടാണെങ്കിൽ ആദ്യം ഇങ്ങനെ ധൈര്യത്തോടെ നടക്കില്ല. നോക്കിയേ, എന്തായാലും നമ്മളിത് ക്ലിയർ ചെയ്യുന്നു. ആ സ്ത്രീയെ കാണാൻ നമ്മൾ പോകുന്നു. ഒന്ന് നിൽക്കോ? അശ്വതിയല്ലേ? ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ട? ഞാൻ ശ്യാമ, ആനന്ദ നിലയത്തിൽ അഖിൽ വർമ്മയുടെ ഭാര്യ. നിങ്ങൾ ആരാണെങ്കിലും എന്നെ തടഞ്ഞു നിർത്തിയത് എന്തിനാ?
എനിക്ക് ചേച്ചിയോട് പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. മോൾ ആ ഓട്ടോയിലിരുന്നോ? അമ്മ ഇപ്പൊ വരൂ കേട്ടോ. ചെല്ലു മോളെ. ഞാൻ ചോദിക്കുന്നതിന് ചേച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. കാരണങ്ങളില്ലാതെ എനിക്കാരോടും ദേഷ്യമൊന്നും തോന്നാറില്ല. ഭർത്താവിന്റെ ഏട്ടന്റെ ഭാര്യയാണെങ്കിലും അമൃതയെടുത്ത് എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ. അവരുടെ കണ്ണീര് കണ്ടിട്ടാ ഒരു പരിചയമില്ലാത്ത നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അമൃതയെടുത്തെ അറിയില്ലേ? ആനന്ദ നിലയത്തിൽ ആദിത്യവർമ്മയുടെ ഭാര്യ. ഓ അറിയാം. അവരെന്നെ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, ഏതാണ്ട് CBI-ക്കാരെ പോലെ. എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്കാർക്കും കുടുംബം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അയ്യോ ചേച്ചി, ഞാനൊരു തർക്കത്തിനൊന്നും അല്ല വന്നിരിക്കുന്നത്. നിങ്ങളോട് തർക്കിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ എന്നോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ആദ്യേട്ടനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഓ അതാണോ? എനിക്ക് പറയാൻ സൗകര്യമില്ലെങ്കിലോ? എന്തിനാ ചേച്ചി വെറുതെ തർക്കത്തരം പറയുന്നത്? ഞാൻ സ്നേഹത്തോടെയല്ലേ ചോദിക്കുന്നത്. ഞാനും സ്നേഹത്തോടെയാ മറുപടി പറഞ്ഞു. അപ്പൊ ചേച്ചി സത്യം പറയില്ല. ഞാൻ എന്ത് അസത്യ തന്നോട് പറഞ്ഞത്? ആദ്യേട്ടനും നിങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അമൃതയെടുത്ത് സംശയിക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞാൽ മതി. ആ സ്ത്രീക്ക് വല്ല മാനസിക രോഗവും കാണും. അവരെ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറയും. ചേച്ചി, എനിക്കൊരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആ കുട്ടിയുടെ അച്ഛനാരാ? അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യം? അത് ആദ്യം നിങ്ങൾ ജനിച്ച കുട്ടിയാണോ എന്നാ എനിക്കറിയേണ്ടത്. അല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ അങ്ങനെ ഒരാളല്ല. പിന്നെ അത് ആരുടെ കുട്ടിയാ? ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാ? മാറ്. ചേട്ടാ നമുക്ക് പോ. എന്താ അരുന്ധതി, വിസ്മയെ തട്ടിക്കൊണ്ടുപോയതിന് ആ ശ്യാമയ്ക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ? ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. അവൾക്കിട്ട് പ്രതികാരം ചെയ്യണം, അവൾ എന്റെ വഴിക്ക് വരികയും വേണം. കാരണം അറിയാലോ. കാരണമൊക്കെ മുൻപേ അറിയാം. വിസ്മയ പാട്ടുകാരിയായിട്ട് തിളങ്ങണമെന്നുണ്ടെങ്കിൽ ശ്യാമ പിന്നിലുണ്ടാവണം. രൂപ 10 ലക്ഷം വാങ്ങി വിഴുങ്ങിയിരിക്കുന്നേ. ഇത്തരം പ്ലാനിങ്ങിൽ നമുക്ക് ഐശ്വര്യ കൂടി ഉൾപ്പെടുത്താമായിരുന്നു. ഏയ് പറ്റില്ല പറ്റില്ല. ഈ പാട്ടിന്റെ രഹസ്യം ഐശ്വര്യ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഓ, എന്റെ പൊന്ന അരുന്ധതി, അതൊന്നും അവളോട് പറഞ്ഞേക്കല്ലേ. അവള് കായംകുളം വാള, ഇരുതലയ്ക്ക് മൂർച്ചയുള്ള വാള. ഈ ശ്യാമയൊരു പാഠം പഠിപ്പിക്കാൻ എന്താ ഒരു വഴി? അതിനുള്ളൊരു വഴിയുമായിട്ടാ ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്. ശ്യാമയ്ക്ക് നന്നായിട്ട് നോവണമെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ കൂടപ്പിറപ്പുകൾക്കോ എന്തെങ്കിലും സംഭവിക്കണം. അതിനുള്ള ഒരു പണിയുമായിട്ടാ ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്. എന്താ അത്?
ഡീ പ്രൊമോഷൻ കാലാവധി കഴിഞ്ഞ് വീണ്ടും പ്രൊമോഷനായോ? അല്ല, കട്ടലിലേക്ക് തിരിച്ചു കയറിയതുകൊണ്ട് ചോദിച്ചതാ. കണക്കൊക്കെ മാറിയോ? അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എന്റെ ഭാര്യയുടെ മുഖത്തെ കാർമേഘങ്ങളെല്ലാം അങ്ങ് പോയി. അവിടെ ഇപ്പോ പൂനിലാവ് വിരിഞ്ഞിരിക്കുന്നു. അതെ. ഓ, സോറി ആദ്യേട്ടാ. നീ എന്നോട് സോറി ഒന്നും പറയണ്ട. ഞാനൊരു തെറ്റുകാരനല്ലാത്തതുകൊണ്ടാ ഇത്രയും ധൈര്യമായിട്ട് നടന്നത്. മടിയിൽ കനവുള്ളവനെ വഴിയിൽ പേടിയുള്ളൂന്ന് ഒരു പഴമൊഴി കേട്ടിട്ടില്ലേ? ഞാൻ ആരെയും ചതിക്കുന്നവനല്ല, പിന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചതിക്കുന്നത്. ആദ്യേട്ടനാ എന്റെ ലോകം. അതിരുകവിഞ്ഞ സ്നേഹമുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഞാനേ അതിനൊന്നും കുറ്റം പറഞ്ഞില്ലല്ലോ. കഷ്ടകാലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാം. എനിക്ക് ഈ ഭാര്യയും 2 മക്കളും, അവരെ വിട്ടിട്ട് ഒരു കേസും ആദ്യത്തും പിടിക്കില്ല. നിനക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. വാ, ഇവിടെ ഇരിക്കും. അതുകൊണ്ട് നീ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. അല്ല ആദ്യേട്ടാ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ന്യായമായൊരു സംശയം ഇനിയും ബാക്കിയുണ്ട്. ഇനിയും സംശയോ? അതെ. അതെന്താ? അതെ, സത്യത്തിൽ ആ പെൺകുട്ടി ആരാ? പിന്നെ അവൾ എന്തിനാ ആദ്യേട്ടനെ ഇങ്ങനെ നോക്കുന്നേ? എന്താ ആദ്യേട്ടാ അതിനൊരു മറുപടി പറയാത്തെ? മറുപടി ഇത്രയേ ഉള്ളൂ. ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ അവളെ അറിയിച്ചു. അവളുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് എന്നോട് തുറന്ന് പറഞ്ഞൂടെ ആദ്യേട്ടന്? നീ വീണ്ടും ഇരുട്ടിൽ തപ്പുക. അവളെയോ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. Decantation, then the water along with the dust is removed from the water is. പഠിത്തമൊക്കെ തീർന്നോ? കഴിഞ്ഞു മോനെ? ഇല്ലമ്മേ, ഇത്രയും കൂടി പഠിച്ചിരുന്നാ ഫുള്ള് കംപ്ലീറ്റ് ആവും. അയ്യോ, ഇരുന്നോളൂ മാഷേ, ഇരുന്നോളൂ. ഞാനൊരു വഴക്കിനൊന്നും വന്നല്ല. നിങ്ങളൊരു സോപാന ഗായകൻ, ഞാനൊരു സംഗീതജ്ഞൻ. ഇവരാണെങ്കിൽ സോപാന ഗായകന്റെ ഇഷ്ടപ്പെട്ട പാവപ്പെട്ട ഭാര്യ. ഈ ജയന്തിയാണെങ്കിൽ ഒന്നാം തരം തറവാട്ടുകാരിയായ മരുമകള്. കണ്ടംതുരുത്തി എന്ന പ്രശസ്തമായ തറവാട്ടിലെ. ഹലോ, കണ്ടംതുരുത്തി ഉണ്ടം പറമ്പിലൊന്നും അല്ല, ഇണ്ടം പരത്തി. എന്ത് പരത്തിയെങ്കിലും ആവട്ടെ, ഒന്നാം തരം തറവാട്ടുകാരിയല്ലേ. ഈ ഇക്രുക്കുട്ടനാണെങ്കി എന്റെ പൊന്നോമന. അല്ലേടാ മോനെ? പൊന്നോമനെ. ഇതേ നിനക്ക്. വാങ്ങിച്ചോ. പിന്നെ എല്ലാവരോടും കൂടി ഒരു മാപ്പ് പറയാനാ ഞാൻ വന്നത്. നിങ്ങളോടൊക്കെ ഒത്തിരി ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും 1000 മാപ്പ്. അയ്യോ മാഡം, മാപ്പൊന്നും ചോദിക്കണ്ട. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. കഴിഞ്ഞതെല്ലാം പാതിരാത്രിക്ക് കണ്ട ഒരു പേക്കിനാവായിട്ട് കരുതുക. ഇനിയുള്ള കാലം നമുക്ക് പരസ്പരം സ്നേഹത്തോടെ സഹോദരങ്ങളെ പോലെ കഴിയാം. അല്ല, ഇവിടുത്തെ വാഷ്റൂം എവിടെയാ? അകത്തോട്ട് പോയിട്ട് റൈറ്റിലോട്ട് പോണം. വരുന്നേ.
അച്ഛാ ഇവർക്കിത് എന്താ? മാഡം ഒരു ചായ എടുക്കട്ടെ? അയ്യോ, ചായയും വേണ്ട, കാപ്പിയും വേണ്ട. എല്ലാവരുടെയും സന്തോഷം മാത്രം മതി. മാഷേ, ക്ഷമിച്ചല്ലോ. ഞങ്ങൾക്ക് ആരോടും വൈരാഗ്യമില്ല മാഡം. ഒരു ദിവസം നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം. നമുക്ക് ഒരുമിച്ച് അവിടെ ഒത്തുകൂടാം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ജയന്തി. ആ ശരി മേഡം. മോനെ ഇക്രു, ഇറങ്ങട്ടെ. ആ ശരി. ശരി മാഡം. അല്ല, ഇതെന്താ സംഭവം? ആ എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, അമ്പാടി കണ്ണ, അഖിൽ സാറിനെ കാത്തോണേ. അമൃതയുടെ സങ്കടം പരിഹരിച്ചു കൊടുത്തതിന് 1000 നന്ദിയുണ്ട് കണ്ണ. എന്താന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ പോലെ. എന്റെ മനസ്സ് പിടിവിട്ട് പോവുകയാണല്ലോ. ആ അച്ഛാ. ആ മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അച്ഛാ? ആ അരുന്ധതി മാഡം ഇപ്പൊ ഇവിടെ വന്നിരുന്നു. ഞങ്ങളെല്ലാം എൻ്റെ സന്തോഷത്തില്ല. എന്തിനാ അച്ഛാ അവര് വന്നേ? പിണക്കം മാറ്റാനായിരുന്നു മോളെ. അവര് വലിയ സ്നേഹത്തിലായിരുന്നു. കഴിഞ്ഞതിനെല്ലാം അവര് മാപ്പ് ചോദിച്ചു. ആ നമുക്കേ ഇനി അവരോടൊരു വിരോധം സൂക്ഷിക്കണ്ട മോളെ. കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിലും അവര് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ. പിണക്കമൊക്കെ നമുക്കങ്ങ് മാറ്റാം മോളെ. അവര് നമ്മളോട് ചെയ്ത ദുഷ്ടത്തരങ്ങളൊക്കെ നമുക്കങ്ങ് മറക്കുകയും പൊറുക്കുകയും ചെയ്യാം. മറക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സുകൊണ്ട് വലിയവരാവുന്നേ. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അങ്ങനെയുള്ളവരുടെ പേരെഴുതി ചേർത്തിരിക്കുമെന്നാ പറയുന്നേ. ശരി അച്ഛാ. ആ എന്നാ ഓക്കെ മോളെ, ശരി. കഴിഞ്ഞതെല്ലാം അരുന്ധതി മാഡം മറക്കുമോ? ഇതിലെന്തോ അപകടമുണ്ടല്ലോ.